എങ്ങനെയാണ് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത അവതാരമാണ് പിന്നെ ബ്രാഹ്മണരുടെ എങ്ങനെ വേണം ബ്രാഹ്മണർക്ക് ബ്രാഹ്മണകത്തുണ്ടെന്ന് പൃഥു അവതാരം, പിന്നെ മത്സ്യാവതാരം, പിന്നെ അടുത്ത് വന്നിട്ട് ദേവന്മാരെത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ കപട രൂപത്തിൽ അമൃത് തടയാൻ വേണ്ടിയിട്ട് ആമരൂപത്തിൽ അവതരിച്ചു. പിന്നെ ദേവന്മാരെ ഈ ജരാമര പോകാൻ വേണ്ടി ധന്വന്തര മഹർഷി അവതരിച്ചു. അതിന് തട്ടിക്കൊണ്ട് പോയപ്പം അമൃത് തട്ടിക്കൊണ്ടുപോയപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഭഗവാൻ മോഹിനി രൂപത്തിൽ ഒരവതാരം എടുത്തു. 14-ാമത്തേത് നരസിംഹ പ്രഹ്ലാദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 15-ാമത് വാമനരൂപനായിട്ട് വന്നു. അതായത് ദേവലോകം മഹാബലിയുടെ നിന്ന് വാങ്ങിച്ച് ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാമനായിട്ട് അവതരിച്ചു. പിന്നെ 16-ാമതായിട്ട് ഭഗവാൻ ബ്രാഹ്മണരെ മുഴുവൻ രോഗിച്ച ക്ഷത്രിയന്മാരെ നശിപ്പിക്കാൻ വേണ്ടി പരശുരാമാവതാരം എടുത്തു. പിന്നെ 17-ാമതായിട്ട് പിന്നെ സത്യവതിയിലെ വ്യാസനായിട്ട് ഭഗവാൻ അവതരിച്ചു. എന്തിനാണ്? ഈ നഷ്ടപ്പെട്ടു പോയ വേദങ്ങളെയെല്ലാം പുനരുദ്ധരിക്കാനും വേദങ്ങളെ ചതിച്ചാൽ അതാത് അർഹതയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ അവതാരം എടുത്തത്. പിന്നെ വന്നിട്ട് പിന്നെ കുറച്ചുകൂടെ പൂർണ്ണാവതാരമാണ് ശ്രീരാമനായിട്ട് അവതരിച്ചു. സമുദ്രം കടന്ന് പിന്നെ അസുരന്മാർ രാക്ഷസന്മാരെയൊക്കെ കൊന്ന് സീതയെ തിരിച്ചെടുത്താണ്. പിന്നെ 19, 20 ആണ് ബലരാമനും കൃഷ്ണനും. പിന്നെ അവരുടെ കഥകൾ ഒരുപാട് കഴിഞ്ഞു. ഭഗവാൻ അഹരദ്വരങ്ക ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബലരാമനും കൃഷ്ണനും ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കലി തുടങ്ങി. കലിയുടെ തുടക്കത്തിൽ പിന്നെ കുറച്ച് ധർമ്മം ലോകത്തിന് പ്രചരിപ്പിക്കാൻ വേണ്ടി ബുദ്ധൻ എന്ന പേര് ഭഗവാൻ അവതരിച്ചു. ഇനി കലിയുടെ അവസാനത്തെ ദിവസം, അതായത് കലിയുടെ അവസാനത്തെ അവതാരമാണ് കൽക്കി. അതായത് കലി അവസാനിച്ചിട്ട് കൽക്കി ഉണ്ടാവും. കൃതയുഗത്തിൻ്റെ തൊട്ട് 6 ദിവസമാണ് കലി ഉണ്ടായിരിക്കുന്നത്. അതായത് കലിയുഗത്തിൽ അവതാരങ്ങളില്ല. ഇതാണ് ഇതിപ്പോൾ ഈ ബുദ്ധാവതാരം കലി തുടങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെയാണ്. ഇതിന് കലി അവസാനിക്കുന്നതാണ് ഈ കൽക്കി ഉണ്ടാകുന്നത്. വിഷ്ണുദേശത്തിൻ്റെ പുത്രനായിട്ട് നമ്മുടെ ഗ്രാമത്തിലുണ്ടാകുന്നു. ഇനി ഇത് കൂടാതെ അസംഖ്യ അവതാരങ്ങൾ വേറെ ഉണ്ടാവും. നമ്മൾ കാണുന്നതെല്ലാം ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, പൂങ്കാലത്തിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങോട്ടൊക്കെ അവതരിച്ചുള്ള അന്നും അവതാരം തന്നെയാണ് ഭഗവാന്റെ. ഇങ്ങനെ ഓരോ അവസാനം ഭഗവാൻ തന്നെ കൃഷ്ണക്ക് ഭഗവാൻ സ്വയം ഭഗവാൻ തന്നെ ശരിക്ക് കൃഷ്ണൻ്റെ രൂപത്തിൽ വന്ന് ഈ ലോകത്തെ പിന്നെ നേരെയാക്കാൻ വേണ്ടി വന്നു. അതിന് ശേഷം ഇങ്ങനെ കുറേ കഥകളെല്ലാം പറഞ്ഞതിന് ശേഷം വ്യാസൻ ഒരു ദിവസം ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ശാലുകാട് ചോദിച്ചു, നമുക്കൊരു സംശയം, ഈ ഭാഗവതം എപ്പോഴാണ് ശിവൻ പറഞ്ഞു കൊടുത്തത്? ഏത് യുഗത്തിലാണ്? എല്ലാ യുഗത്തിലും ഭാഗവതം പറയുമ്പോൾ ഏത് യുഗത്തിലാണ് ശിവൻ പരിശുദ്ധ കഥ പറഞ്ഞു കൊടുത്തത്? അപ്പം എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പം എല്ലാവരും എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്? പിന്നെ എനിക്കൊരു സംശയമുണ്ട്, ഈ ശിവബ്രഹ്മയ്ക്ക് എങ്ങനെയാണ് ഈ പരീക്ഷത്തിന് കഥ പറഞ്ഞു കൊടുക്കുന്നത്? ഈ ശിവബ്രഹ്മയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോതോകന മാത്രം മൃഗേറ്റി ഗൃഹവേദന, മൃഗത്തിന്മാരുടെ വീടുകളിൽ ഒരു പശുവിനെ കറക്കാൻ എത്ര സമയം എടുക്കുന്നു? നമ്മുടെ പശുവിനെ ചക്കത്തിൽ കൊണ്ടുപോയി പശുവിനെ കറക്കുന്ന പോലല്ല. അന്ന് ആരെങ്കിലും വീട്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കൊണ്ടുപോയിട്ട് ഇത്തിരി പശുവിനെ കറക്കുക, അത്രേ ഉള്ളൂ. അത്ര സമയം ശിവബ്രഹ്മയ്ക്ക് ഒരു വീട്ടിൽ ഒരു ഗൃഹസ്ഥൻ്റെ വീട്ടിൽ നിൽക്കുള്ളൂ. അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ് ഈ പിന്നെ എന്താണ് അഭിമന്യൻ്റെ പുത്രനായ ഈ പരീക്ഷത്തിന് 7 ദിവസം കഥ പറഞ്ഞു കൊടുത്ത്? അതങ്ങനെ മനസ്സിലാവണില്ല. പിന്നെ സൂതൻ പറയും അതെ, ദ്വാപരയുഗം തുടങ്ങുന്ന കാലത്ത് പിന്നെ യുഗപര്യം വന്നു. 3-ാമത്തെ യുഗം തുടങ്ങി, 2-ാമത്തെ യുഗം കഴിയുകയും ചെയ്യും. ആ സമയത്ത് ഈ വേദം എല്ലാം അന്ന് വരെ ഒന്നായിരുന്നു. 2-4 പതിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഈ കർമ്മങ്ങളെല്ലാം ഇന്നിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. ഇപ്പം ഈ യുഗങ്ങൾ മാറുമ്പോൾ പിന്നെ